ഇത്രയും സമയം ലാബ് എൻ്റെയാ എന്നും പറഞ്ഞ് വാവച്ചിയുടെ അനക്കമൊന്നും കാണാഞ്ഞ് ഞാൻ അവളെ ഒന്ന് നോക്കി. പെണ്ണ് പരുങ്ങുന്നു. ഇടയ്ക്കിടയ്ക്ക് ലാബ് സാറിനെ മുഖത്ത് നോക്കും, വീണ്ടും പരുങ്ങും. ഞാൻ നമ്മുടെ ലാബിനെ ഒന്ന് നോക്കി. പുള്ളിയുടെ മുഖത്ത് 1000 ബൾബ് കത്തുന്ന സന്തോഷം. വാവച്ചിയെ കണ്ടതും ആ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ഭഗവാനെ, ഇവൾ എന്തിനാ പരുങ്ങിയേ? ലാബിൻ്റെ കണ്ണ് ഇവളെ കണ്ടപ്പോൾ ഒന്ന് തിളങ്ങിയല്ലോ. ഇവർക്ക് നേരത്തെ അറിയുമോ? വരട്ടെ, ഒരാൾ പറയുവോ എന്ന് നോക്കാം. ഞാൻ ബാക്കി 3 ശവങ്ങളെ നോക്കി. അവർ ലാബിനെ ഊറ്റുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, സ്വാഭാവികം. ഞാൻ ബാബച്ചിയുടെ ഓരോ നീക്കവും സൂക്ഷ്മം വീക്ഷിച്ചു. അതാ അവൾ വിയർക്കുന്നു, നേരെ നോക്കാതെ പരുങ്ങുന്നു. ഭഗവാനെ, ഇനി ഇവളുടെ ഞങ്ങൾ അറിയാത്ത ക്യാമുകൾ ആവുമോ ലാബ്? ഞാൻ കാടുകയറി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ ബെഞ്ചിൽ ശക്തിയായി അടിച്ചു. നോക്കുമ്പോൾ നമ്മുടെ ലാബാണ്. എന്താ ഈ ലോകത്തൊന്നുമല്ലേ അത് സാർ? സോറി, ഞാൻ ഇറ്റ് ഈസ് ഓക്കെ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് വല്ലതും കേട്ടിരുന്നോ? അത് സാർ, പിന്നെ ഞാൻ വിക്കി. എന്തായാലും ഒന്നും കൂടി പറയാം. ഞാനാണ് നിങ്ങളുടെ ലാബ് എടുക്കുന്ന ANDI അമൽ കിഷൻ സാർ പറഞ്ഞു. ആണേലും നോട്ടം എത്തിയത് വാവച്ചിയിലാണ്. ദെൻ വിത്ത് ഈസ് യുവർ നെയിം? എന്നോടാണ്. അനന്യ. ഓക്കെ, ദെൻ യുവർ? വാവച്ചിയോട് ചോദ്യം. മായ. അതും പറഞ്ഞ് അവൾ പെട്ടെന്നിരുന്നു. ലാബിൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞില്ലേ. പിന്നെ എല്ലാവരോടും പേരൊക്കെ ചോദിച്ച് സാർ ഞങ്ങളുടെ അടുത്ത് വന്നു. എന്താ എല്ലാവരും മൂഡ് ഔട്ട് ആണല്ലോ? എന്ത് പറ്റി വാവച്ചി? ഞങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് ചോദിച്ചു. വാവച്ചിയോ? ഞങ്ങൾ 5 ഞെട്ടി. പണ്ടാരം അടങ്ങി. വാവച്ചിയാണോ? കണ്ണും തള്ളി നിന്നു. സാർ അവളെ നോക്കി ഒറ്റ കണ്ണിറുക്കി കാണിച്ച് നടന്ന കസേരയിൽ പോയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതെന്താ സംഭവമെന്ന് അറിയാനായിരുന്നു കാത്തിരിപ്പ്. എങ്ങനെയെങ്കിലും ബെല്ലടിച്ചാൽ മതി എന്നായി. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന നിമിഷം വന്നെത്തി. ബെല്ലടിച്ചു. തിരിച്ച് ഫ്ലാറ്റിലേക്ക് യാത്രയിൽ ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഫ്ലാറ്റിലെത്തിയത് വാവച്ചി നേരെ റൂമിലേക്ക് വിട്ടു. പക്ഷെ റൂമിലെത്തിയതും ഞാൻ അവളെ ഒന്ന് സഹായിച്ചു. എങ്ങനെയാണെന്നല്ലേ, ഒരൊറ്റ ചവിട്ടിന് അവൾ കട്ടിലിൽ പോയി ലാൻഡായി. അത്രയും ദൂരം അവൾ നടക്കേണ്ടല്ലോ, ഒരു ചിന്ന ഹെൽപ്പ്. പിന്നെ ഞങ്ങൾ 4ഉം അവളെ വളഞ്ഞു. ഡി പട്ടി, വാവച്ചി, സത്യം പോലെ പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. സത്യം പറ, ആ ലാബിൽ നിന്റെ രഹസ്യ കാമുകനല്ലേ? ഞാൻ. അതോടി, ഇവളെ കാമുകൻ തന്നെയാ അല്ലേ? ഇവളുടെ വീട്ടുകാർക്കും നമുക്കും മാത്രം അറിയുന്ന ഇവളെ വിളിപ്പേര് എങ്ങനെ ലാബറിഞ്ഞു? ലച്ചുവിൻ്റെ ന്യായമായ ചോദ്യം. അതെ, അത് ശരിയാ. നീ എന്തിനാ ഈ കാമുകൻ്റെ കാര്യം ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത്? അനു. എല്ലാ കാര്യവും തമ്മിൽ ഷെയർ ചെയ്യുന്ന നമ്മളുടെ അടുത്ത് നിന്നും ഇവൾ ഇത് മറച്ചു വെച്ചല്ലോ. വിഷമമുണ്ട്. ശ്രീ മൂക്ക് പിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. വാവച്ചിയാണോ ഇതൊക്കെ കേട്ട് കിളി പോയ അവസ്ഥയിൽ? നിങ്ങൾ ഇതൊക്കെ എന്തൊക്കെയായി പറയുന്നേ? അയാൾ എൻ്റെ കാമുകനൊന്നുമല്ല വാവച്ചി. നീ ഒന്നും മറച്ചു വെക്കണ്ട. അയാളെ കണ്ടപ്പോൾ നിന്റെ കണ്ണ് പിടച്ചതും നീ പരുങ്ങിയതുമെല്ലാം ഞാൻ കണ്ടതാ. എന്നിട്ടിപ്പോൾ നിനക്ക് അയാളെ അറിയില്ലെന്നോ? എന്തൊക്കെ ഇപ്പോൾ? ബാക്കി 3 എണ്ണം ക്രോസ്. മിണ്ടാണ്ടിരി പന്നികളെ. നീയൊക്കെ അയാളെ ഊറ്റിയ സമയത്ത് വെറുതെയല്ല ഞങ്ങൾ കാണാതിരുന്നത്. ലച്ചു. പറയടി. അനു വാവച്ചിയെ ഭീഷണിപ്പെടുത്തുന്നു. എടി, ഞാൻ പറയാം. നീയൊക്കെ നമ്മൾ വന്ന അന്ന് ഓർക്കുന്നുണ്ടോ? അന്ന് എൻ്റെ ബാഗ് സ്കൂട്ടിലാണെന്ന് പറഞ്ഞിട്ട് നീ ഒന്നും കൂടെ വന്നില്ലല്ലോ. അന്ന് ഞാനും ബാഗും എടുത്ത് കോണി കയറി വരുമ്പോൾ അയാൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടില്ലേ? ഞങ്ങൾ കൂട്ടിമുട്ടി മറിഞ്ഞു. കോണിയുടെ മുകളിൽ താഴേക്ക് വീണു. ലാസ്റ്റ് ഒരു പിടിയിൽ നിന്ന് വീഴുന്ന വീഴ്ചയിൽ അയാളുടെ ചുണ്ട് എൻ്റെ കവിളിൽ പതിഞ്ഞു. അയാളും ഞാനും ഒരുപോലെ ഞെട്ടി. ഞാൻ അയാളെ തള്ളി മാറ്റി എഴുന്നേറ്റ് ഓടി. മുഖത്ത് നോക്കാൻ
പറ്റേണ്ടടി. ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ എന്നെ നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്നു. പകച്ചു പോയെൻ്റെ ബാല്യം. ഞാൻ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി ഓടിപ്പോയപ്പോഴാണ് ദേ ഈ നിൽക്കുന്നു ലച്ചു. എന്നെ കാണാഞ്ഞ് വാവച്ചി എന്നും വിളിച്ച് സ്റ്റെപ്പിറങ്ങി വന്നത്. അപ്പോൾ അയാൾ ആ പേര് കേട്ട് കാണും. വാവച്ചി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് നിർത്തി ഞങ്ങളെ നോക്കി. പറന്നു പോയൊരു കിളികളെ ഓർമ്മത്താൻ വഴിയിലെ ചില്ലകളിൽ വരുമോ എന്ന് അപേക്ഷിക്കുകയാണ്. മനസ്സിലായില്ലേ? എൻ്റെ കിളികൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് രാജ്യം വിട്ടുപോയി. ശ്രീയാണെ പൊട്ടം ആട്ടം കണ്ട പോലെ ഇരിക്കുന്നു. അനു ഈ ലോകത്തല്ല. ലച്ചുവിൻ്റെ ഭാവം എന്താണെന്ന് കണ്ടപ്പോഴും മനസ്സിലാവൂല. അമ്മാതിരി കണ്ണും തള്ളിയിരിക്കുന്നു. എടി നീ എന്താ പറഞ്ഞേ? നിന്നെ അയാൾ കിസ് ചെയ്യുന്നോ? കൊച്ചു കള്ളി. ഞാൻ കിളികൾ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു. അങ്ങനെ വീണത് കൊണ്ടാ. എനിക്കതല്ലേ മനസ്സിലാവാതെ അയാൾ എന്തിനാ എന്നോണം നോക്കി ചിരിച്ചുകൊണ്ട് നിന്നെ. വാവച്ച് കടുത്ത ആലോചനയിലാണ്. എടി ഇന്നും അയാളുടെ കണ്ണ് നിന്നെ കണ്ടപ്പോൾ തിളങ്ങി. നീ പറഞ്ഞ അതേ കള്ളച്ചിരിയും ഉണ്ടായിരുന്നു മുഖത്ത്. ഞാൻ പറഞ്ഞു. 4 എന്നെ ഇരുത്തിയൊന്ന് നോക്കി. എടി ഭീകരി, നീ ആള് കൊള്ളാലോ. അയാൾ ഇട്ട ഷർട്ടിൻ്റെയും കൂടി നിറം പറ. എല്ലാം കണ്ടു വെച്ചില്ലേ? അനു എന്നെ വരുന്നു. ബാക്കി 2 ഇത് കേട്ട് ചിരിയോ ചിരി. തല കുത്തി നിന്ന് വരെ ചിരിക്കുന്നു. അല്ല, ഈ കൂട്ടത്തിൽ നമ്മുടെ ലച്ചു ചിരിക്കുന്നില്ല. ഇവൾ ഇതെവിടെ? നോക്കുമ്പോൾ പുള്ളിക്കാരി കാര്യമായി ആലോചനയിലാണ്. നീ എന്താടി ചിന്താവിഷ്ടയായ സീതയെപ്പോലെ ഇരിക്കുന്നത്? എടി അയാളുടെ ഷർട്ട് ബ്ലാക്ക് ആയിരുന്നോ? പക്ഷേ പാൻറ് ഗ്രേ ആയിരുന്നോ? അതോ ലൈറ്റ് ബ്ലൂ ആയിരുന്നോ? അതും ചോദിച്ച് അവൾ വീണ്ടും ചിന്താവിഷയായി സീതയായി. അവളുടെ ഒരു പാൻറ്. ഇവിടെ ബാക്കിയുള്ളൊരു ആനക്കാര്യം പറയുമ്പോൾ അവളുടെ ചേനക്കാര്യം. ഞാൻ പല്ലും കടിച്ച് അവളോട് പറഞ്ഞു. എന്ത് കാര്യം? അതവിടെ കഴിഞ്ഞു. ഇനി അതേപ്പറ്റി ഒരു സംസാരം വേണ്ട. ആർക്കെങ്കിലും വല്ലതും കഴിക്കാൻ വേണേയും വരും. അതും പറഞ്ഞ് ലച്ചു മുന്നേ നടന്നു. അല്ലടി, നമുക്കല്ലേ കിച്ചൺ ഡ്യൂട്ടി? ഡി വിടരുത് അവളെ. പഞ്ച് ഡയലോഗ് അടിച്ച് തുണി കഴുകാതിരിക്കാനുള്ള പരിപാടിയാ. വേഗം വാ, വിടരുതവളെ. അതും പറഞ്ഞ് ശ്രീയും അനുവും ഓടി. എടി നീ ക്ലീൻ ചെയ്തോ? വാവാച്ചിയാണ്. ഇത് നാളെ ചെയ്താലോ? ഇന്ന് പൊടിയൊന്നും നിലത്തില്ലല്ലോ. എന്ത് ക്ലീനിങ്? ഞാൻ നിലം നോക്കി പറഞ്ഞു. അതും പറഞ്ഞ് അവളും പോയി. അവൾക്ക് പിറകെ ഞാനും നടന്നു. അങ്ങനെ കിച്ചണിലെത്തിയപ്പോൾ അനുവും ശ്രീയും കുക്കിങ്ങിലാണ്. ലച്ചുവിനെ തുണി കഴുകാൻ പറഞ്ഞു വിട്ടിട്ട് നിൽപ്പാണ്. എടി നിന്റെ അളിയൻ്റെ കാര്യം എന്താ? നിന്റെ തീരുമാനം? ഞാൻ ശ്രീയോട് ചോദിച്ചു. ശ്രീ എന്നെ സംശയരൂപത്തിൽ നോക്കി. എടി നിന്നെ ഇന്ന് കിസ് ചെയ്യാൻ നോക്കിയ സ്ഥിതിക്ക് അളിയൻ ഉറപ്പായും നാളെ സോറി പറയാൻ വരും. എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റാഫ് റൂമിലായിരിക്കും പറയുക. അപ്പോൾ നീ ഒന്നും പറയാതെ ഇങ്ങ് പോരണം. മനസ്സിലായോ? ഞാൻ ശ്രീയെ നോക്കി ചോദിച്ചു. അല്ലടി, ഞാൻ എന്തിനാ ഒന്നും പറയാതെ പോരുന്നേ? എന്നൊന്നും മൂളുകയെങ്കിലും ചെയ്യണ്ടേ? എടി നീ ഒന്നും പറയാതെ ഇങ്ങ് പോന്നാ മതി. അല്ലേൽ ഇനിയും ഇത് ആവർത്തിച്ചാലോ നിന്റെ അവസ്ഥ? അത് ശരിയാ, നീ ഒന്നും പറയാതെ ഇങ്ങ് പോര്. അനുവും വാവച്ചിയും പറഞ്ഞു. ഓക്കെ ശ്രീ. പിന്നെ ഫുഡും തട്ടി നാളത്തെ ടൈം ടേബിളൊന്ന് കണ്ണോടിച്ചു. 1ാമത്തെ പിരീഡ് കാലൻ, 2ാമത്തെ അളിയൻ, 3ാമത്തെ മേക്കപ്പ് ബോക്സ്, 4ാമത്തേത് ലാബ്, 5ാമത്തേത് കിളവൻ മധു. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, കിടന്നുറങ്ങി. അടുത്ത ദിവസം ഫുഡും തട്ടി നേരെ കോളേജിലേക്ക് വിട്ടു. പോയപ്പോൾ തന്നെ കണ്ടു കുറച്ച് ചേട്ടന്മാരുടെ അടുത്ത് നിന്നും ഒരു കുട്ടി കരയുന്നത്. എന്തോ അവളോട് ഒരു അടുപ്പം തോന്നി. അവളുമാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവരും പറഞ്ഞു ഒരു അടുപ്പം തോന്നിയിട്ടുണ്ട് എന്ന്. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. എന്താ ചേട്ടാ, എന്താ ഇവിടെ പ്രശ്നം? ഞാൻ ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? കൂട്ടത്തിലൊരു ചേട്ടൻ. ചേട്ടന് അരവിന്ദ് മഹാദേവ് സാറിനെ അറിയാമോ? വാവച്ചി പറഞ്ഞതും
അവൻ മാർ ഒന്ന് വീണ്ടും അറിയാമെങ്കിൽ കൂട്ടത്തിൽ ഒരു ചേട്ടൻ. ആ സാറിൻ്റെ പെണ്ണ് ആണ് ഇവൾ. വാവച്ചി എന്നെ ചൂണ്ടി പറഞ്ഞു. ഞാനും ആ ചേട്ടന്മാരും ലച്ചുവും ശ്രീയും മനുവും എന്തിനേറെ പറയുന്നു ആ കുട്ടി വരെ ഞെട്ടി. ഓ എങ്കിൽ താൻ ചെല്ല്. സോറി പെങ്ങളെ. ആളറിയാതെ ആ ചേട്ടൻ നിന്ന് വിറക്കുന്നു. അതും പറഞ്ഞ് ആ ചേട്ടന്മാർ പോയി. ഭഗവാനെ, കാലൻ റൗഡി ആണോ? താങ്ക്സ്, ആ കുട്ടിയാണ്. ഏയ് അതൊന്നും സാരമില്ല. അല്ല കുട്ടി, ഏതാ ക്ലാസ്? അനു. നോക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് തന്നെ. അല്ല, നിന്നെ ഇന്നലെ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ? വാവച്ചി. അത് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, അതാ വരാതിരുന്നേ. എൻ്റെ പേര് ശിവാനി. എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടുവോ? അവൾ. ഓക്കെ. ക്രോസ്. ഞങ്ങൾ ക്ലാസ്സിലേക്ക് നടന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ ഞങ്ങളിൽ ഒരാളായി. അങ്ങനെ ഞങ്ങളുടെ ശിവായി ആയി. എടി, നീ അല്ലേ പറഞ്ഞേ അമ്മോ അരവിന്ദ് മഹാദേവ് എൻ്റെ പെണ്ണാണെന്ന്? എൻ്റെ വല്യച്ഛൻ്റെ മകനാ അച്ചുവേട്ടൻ. എൻ്റെ സ്വന്തം ഏട്ടനാണ് സായൂജ് സാർ. പിന്നെ എൻ്റെ മറ്റൊരു വല്യച്ഛൻ്റെ മകനാണ് അമൽ സാർ. അവളാതാ ആ തുണിയൊടുക്കാത്ത സത്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ ശിവാനിയാണ് നമ്മുടെ സായൂജിൻ്റെ പെങ്ങൾ. സായൂജിൻ്റെ വല്യച്ഛൻ്റെ മകനാണ് നമ്മുടെ അച്ചു. അമലും അങ്ങനെ തന്നെ. ചുരുക്കി പറഞ്ഞ ഇവർ ഒരു ഫാമിലിയാണ്. ഞങ്ങൾ ഞെട്ടിയിരുന്നു. ആണോ? നീ ക്ഷീണിച്ചു പോയല്ലോ മോളെ. നിനക്ക് സുഖം തന്നെയല്ലേ? ശ്രീയത നാത്തൂനെ കയ്യിലെടുക്കുന്നു. ശിവയാണോ? വായും തുറന്നിരിക്കുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അളിയൻ്റെ കിസ്സിങ്ങും ശ്രമത്തെ പറ്റിയും കാലൻ്റെ അടിയും അമലിൻ്റെ കിസ്സും ഉൾപ്പെടെ. എല്ലാം കേട്ട് അവൾ വായും തുറന്നിരുന്നു. പിന്നെ അവളുടെ കുറച്ച് സംശയങ്ങളും തീർത്തു കൊടുത്തു. അവസാനം അവൾ തുണിയെടുക്കാത്ത സത്യം തിരിച്ചറിഞ്ഞു. അവളുടെ നാത്തൂൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പാവം വേയാമ്പലാണ് ശ്രീ എന്ന്. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് കാലൻ വന്നത്. ഗുഡ് മോർണിംഗ് സാർ. എഴുന്നേറ്റ് നിന്ന് തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഓക്കെ, ഗുഡ് മോർണിംഗ്. പിന്നെ സാർ പറഞ്ഞ കാര്യം കേട്ട് ഞങ്ങൾ ആറും ഇറങ്ങി ഓടിയാലോ എന്ന രീതിയിലിരുന്നു.